ഹായ് ഗായ്സ്, ഐ നോബഡി നിസാം ബഷീർ സംവിധാനം ചെയ്ത ഐ നോബഡിയുടെ മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറക്ഷൻ നിസാം ബഷീർ, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മൂവിയാണിത്. ആദ്യത്തേത് കെട്ടിയോളാണ് എൻ്റെ മാലാഖ, പിന്നെ വരുന്നത് റോഷാഗ്. ഇത് പുള്ളിയുടെ മൂന്നാമത്തെ മൂവി റിട്ടേൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ സമീർ അബ്ദുൾ, പിന്നെ സിനിമാറ്റോഗ്രാഫി ദിനീഷ് പുരുഷോത്തമൻ, ദെൻ ആക്ഷൻ ചെയ്തിരിക്കുന്ന യാനിക് ബെൻ, കലൈ കിങ്സൺ, ദെൻ ആൻഡ് അമിത് ജോലി ബാസ്റ്റേൻ. മൂവിയിൽ പൃഥ്വിരാജ് ഉണ്ട്, പാർവതി തെരുവോത്തുണ്ട്, പിന്നെ രണ്ട് കുട്ടികൾ ആമി ആൻഡ് മിന്നു, വിജയരാഘവനുണ്ട്, പിന്നെ അശോകൻ, പിന്നെ അങ്ങനെ കുറേ താരനിരകൾ ഉള്ള നല്ലൊരു മൂവിയാണ്. ഒരു ഫാമിലിയിൽ നിന്ന് തുടങ്ങി അതൊരു ക്രൈം ത്രില്ലർ ലെവലിലേക്ക് പോകുന്ന ഒരു മൂവി. ഈ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് മൂവിയൊന്നുമല്ല, ഒരു സ്ലോ ആയിട്ട് വന്ന് പതുക്കെ കയറി വരുന്ന നല്ലൊരു മൂവി. ഫാമിലി ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഈ മൂന്ന് പേര് അവരുടെ ആക്ഷൻ സീക്വൻസ് വളരെ നന്നായിട്ട് ആക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിനെ പിന്നെ പറയേണ്ട കാര്യമില്ല, പൃഥ്വിരാജിൻ്റെ അഭിനയം ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ പാർവതിനെ കുറിച്ച് എനിക്ക് പറയണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം പാർവതി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു നടിയാണ്. പക്ഷേ പുള്ളിക്കാരുടെ ഒരു ടാലൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള മൂവീസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പുള്ളിക്കാരിയുടെ അഭിനയം അടിപൊളിയാണ്. സാധാരണ ആസ് യൂഷ്വൽ പുള്ളിക്കാരി അഭിനയിക്കുന്ന പോലെ തന്നെ അഭിനയിക്കുകയാണ് എന്ന് തോന്നാത്ത രീതിയിലുള്ള നല്ലൊരു അഭിനയം. രണ്ട് കുട്ടികൾ ആമി ആൻഡ് മിന്നു സൂപ്പറാണ്. എനിക്ക് അതിൽ ഇളയ കുട്ടിയുടെ അഭിനയമാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല രസമായിട്ട് കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അടിപൊളിയാണ്, ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു തുടക്കം ഭയങ്കര ഒരു ഫാമിലിയിൽ നിന്ന് തുടങ്ങിയിട്ട് പതുക്കെ കയറി വരുന്ന ഒരു ക്രൈം ത്രില്ലറിലേക്ക് മാറി വരുന്ന ഒരു മൂവി. തിയേറ്ററിൽ പോയി കാണേണ്ട നല്ലൊരു മൂവി തന്നെയാണ്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. ചില ഏരിയയിൽ വരുമ്പോൾ നമ്മളിപ്പം ഒരു കേരള പോലീസിന് ഇത്രയേ ഉള്ളൂ അവരുടെ കേപ്പബിലിറ്റി എന്ന് ചില ആംഗിളിലൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ എങ്കിലും അതൊന്നും മൂവി കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും വരുത്താത്ത രീതിയിൽ, ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വളരെ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു മൂവി. ഒരു ഫാമിലിയുടെ ഇമോഷൻസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു മൂവി. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു മൂവി വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.